ഒരു ഹറാമ് ചെയ്യാതെ ജീവിച്ചിട്ടും കാര്യമില്ല. കള്ളുടിച്ചില്ല, പെണ്ണുടിച്ചില്ല, ഒരു കളവും പറഞ്ഞിട്ടില്ല, ഒരു പെണ്ണിന്റെ മുഖത്തേക്കും നോക്കിയിട്ടില്ല, ഒരാണിന്റെ പെണ്ണിന്റെ മുഖത്തേക്കും പെണ്ണ് നോക്കിയിട്ടില്ല, ഒരു ഔറത്ത് പോലും വെളിവാക്കിയിട്ടില്ല, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കിയിട്ടില്ല, ഒരു സുന്നത്ത് നോമ്പ് പോലും ഒഴിവാക്കിയിട്ടില്ല, റവാത്തിബ് സുന്നത്തുകളോ ഒരു സുന്നത്ത് നിസ്കാരങ്ങളോ ഒരു അണ്ണുവിട വ്യത്യാസമില്ലാതെ വലത്തുകൊണ്ട് മാത്രം ഇരുന്നേ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചാലും സക്കാത്ത് കൊടുക്കുന്നു, സദക്ക കൊടുക്കുന്നു, പള്ളി മറസുണ്ടാക്കുന്നു, ദൈവപ്രവർത്തനത്തിന് പോകുന്നു, വലിയ താടി വെക്കുന്നു, തല മറക്കുന്നു, എല്ലാം സുന്നത്തുകൾ എന്തൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചതൊക്കെ ചെയ്ത് ജീവിച്ച ഒരാൾ പോയാലും അങ്ങനെ ഇബാദത്ത് ചെയ്ത് ഒരാൾക്കും അവനെ പറ്റി മോശമായ ഒരു വാക്ക് പോലും പറയാറില്ല. കാരണം എന്താ? ചീത്ത പറയാറില്ല, അനാവശ്യം പറയാറില്ല, എല്ലാരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാള്, സദക്ക ചെയ്യുന്ന ഒരാള്, എല്ലാം ഒരാൾക്ക് അയാളെ കുറിച്ച് നന്മയില്ലാതെ ഒന്നും പറയാറില്ല. അത് ആത്മാർത്ഥമായി ചെയ്യുന്ന ആള്. പക്ഷേ അയാൾക്കൊരു ഷെയ്ഖിനെ കിട്ടിയില്ല എങ്കിൽ ശ്രദ്ധിക്കണം. ഇതിപ്പം ഇബാദത്ത് പോലല്ലോ, ഓൻ മറിഞ്ഞതൊക്കെ കാണും, ഒരു കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. റബ്ബിയായ ഷെയ്ഖിനെ കിട്ടിയില്ലെങ്കിൽ മസ്ലൂസൻ എന്ന നിലക്കാ ഇവൻ ദുഞ്ഞാവെന്ന് മടങ്ങണെന്ന്. അവന്റെ അമലുകൊണ്ടൊന്നും ഓനെ രക്ഷപ്പെടാനോ ഓനെ സ്വീകരിക്കാനോ ഓന് വിജയിക്കാനോ കഴിയില്ല. ബഹുമാനപ്പെട്ട ഷാരാനിമാവ് പറയാ, ഓന് ഷെയ്ഖിന് എന്നെ കിട്ടണം. എന്താപ്പാ വാക്കിനർത്ഥം?